ദശകം 65 ഗോപികളുടെ ഭഗവത് സമീപ പ്രാപ്തി. ഗോപീജനായ കഥിതം നിയമാവസാനേ മാരോത്സവം ത്വമത സാധയിതും പ്രവൃത്ത സാന്ദ്രേണ ചാന്ദ്രമഹസാ ശിശിരീകൃതാശേ പ്രാപൂരയോ മുരളികാം യമുനാവനാന്തേ. ഗോപീജനായ കഥിതം നിയമാവസാനേ മാരോത്സവം ത്വം അഥ സാധയിതും പ്രവൃത്തഃ സാന്ദ്രേണ ചാന്ദ്രമഹസാ ശിശിരീകൃതാശേ പ്രാപൂരയോ മുരളികാം യമുനാവനാന്തേ. ഗോപീജനായ കഥിതം നിയമാവസാനേ, ഇവരുടെ നിയമം, ഇവരുടെ വ്രതം, ഗോപസ്ത്രീകളൊരു വ്രതം, കാർത്തിയായനി വ്രതം നടത്തിയല്ലോ. ആ വ്രതത്തിൻ്റെ അവസാനത്തിൽ ഭഗവാൻ അവർക്ക് വാക്ക് കൊടുത്തിരുന്നു, നിങ്ങൾക്ക് യുക്തമായ മറുപടി ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് വാക്ക് കൊടുത്തിരുന്നു. അപ്പോൾ അവർക്ക് നൽകിയ ആ വാക്കുകളെ സത്യമാക്കുന്നതിനായി നിശ്ചയിച്ചുകൊണ്ട് ഗോപീജനായ കഥിതം, അവർക്കായി പറഞ്ഞു കൊടുക്കപ്പെട്ട ആ വ്രത അവസാനത്തിൽ പറഞ്ഞു കൊടുക്കപ്പെട്ട മാരോത്സവം ത്വമത സാധയിതും പ്രവൃത്ത, ആ രാസലീലയെ ചെയ്യുവാൻ ഉദ്യുക്തനായിട്ട് ഭഗവാൻ സാന്ദ്രേണ ചാന്ദ്രമഹസാ ശിശിരീകൃതാശേ, വളരെ തെളിഞ്ഞ ചന്ദ്രപ്രകാശമുള്ള അല്ലെങ്കിൽ നിലാവ് പരന്ന ആ കുളിർമയുള്ള രാത്രിയിൽ പ്രാപൂരേഹ മുരളികാം യമുനാവനാന്തേ, യമുനാ നദിയുടെ തീരത്ത് വന്നിട്ട് ഭഗവാൻ തൻ്റെ വേണുഗാനം പൊഴിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഗോപസ്ത്രീകൾക്ക് അവരുടെ വ്രതാവസാനത്തിൽ നൽകിയ വാക്ക് അനുസരിക്കാൻ ഉദ്യമിക്കുന്നവനായ ശ്രീകൃഷ്ണ ഭഗവാൻ ആ രാസലീലയ്ക്ക് തയ്യാറായിക്കൊണ്ട് യമുനാ നദിയുടെ തീരത്ത് നിലാവുള്ള രാത്രിയിൽ, കുളിർമയുള്ള ആ രാത്രിയിൽ വന്ന് മുരളികാനാദം അല്ലെങ്കിൽ വേണുനാദം പൊഴിച്ചു. ഗോപീജനായ കഥിതം നിയമാവസാനേ മാരോത്സവം ത്വമത സാധയിതും പ്രവൃത്ത സാന്ദ്രേണ ചാന്ദ്രമഹസാ ശിശിരീകൃതാശേ പ്രാപൂരയോ മുരളികാം യമുനാവനാന്തേ. സമ്മൂർച്ഛനാഭിരുദിതസ്വരമണ്ഡലാഭി സമ്മൂർച്ഛയന്തമഖിലം ഭുവനാന്തരാളം ത്വദ്വേണുനാദമുപകർണ വിഭോത്തരുണ്യ തത്താദൃശം കമപി ചിത്തവിമോഹമാവു. സമ്മൂർച്ഛനാഭിഃ ഉദിതസ്വരമണ്ഡലാഭിഃ സമ്മൂർച്ഛയന്തം അഖിലം ഭുവനാന്തരാളം ത്വദ്വേണുനാദം ഉപകർണ്യ വിഭോ തരുണ്യഃ തത്താദൃശം കമപി ചിത്തവിമോഹം ആപുഃ. സമ്മൂർച്ഛനാഭിഃ ഉദിതസ്വരമണ്ഡലാഭിഃ, ആ ഭഗവാന്റെ വേണുഗാനം, ആ സപ്തസ്വരങ്ങളുടെ ആരോഹണവും അവരോഹണവും ഒക്കെ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് നിയന്ത്രിച്ചുകൊണ്ടുള്ള ആ വേണുനാദം കേട്ടപ്പോൾ സമ്മൂർച്ഛയന്തം അഖിലം ഭുവനാന്തരാളം, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും എന്തെന്നില്ലാത്ത ആനന്ദത്തിലേക്ക് അവരെത്തിച്ചേർന്നു. ത്വത് വേണുനാദം ഉപകർണ്യ വിഭോ തരുണ്യഃ, അങ്ങയുടെ ഈ വേണുനാദം ശ്രവിച്ച ആ തരുണികൾ, ആ ഗോപസ്ത്രീകളാവട്ടെ, തത്താദൃശം കമപി ചിത്തവിമോഹം ആബുഹു, എന്തെന്നില്ലാത്ത ഒരു വിഭ്രാന്തിയെ പ്രാപിച്ചുപോയി, എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയിലേക്ക് അവരെല്ലാം എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ ഈ ആരോഹണ അവരോഹണ ക്രമങ്ങളൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ടുള്ള ആ വേണുനാദം കേട്ടപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും അതിൽ ലയിച്ച് സ്വയം മതിമറന്ന് നിന്നു പോകുന്ന ആ സമയത്ത് ഈ ഗോപസ്ത്രീകളെല്ലാം ആ വേണുഗാനം കേട്ടിട്ട് എന്തെന്നറിയാത്ത ഒരു വിമോഹത്തെ പ്രാപിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. സമ്മൂർച്ഛനാഭിരുദിതസ്വരമണ്ഡലാഭി സമ്മൂർച്ഛയന്തമഖിലം ഭുവനാന്തരാളം ത്വദ്വേണുനാദമുപകർണ്യ വിഭോത്തരുണ്യ തത്താദൃശം കമപി ചിത്തവിമോഹമാഭൂ. താഗേഹകൃത്യ നിരതാസ്തനയ പ്രസക്ത കാന്തോപസേവനപരാശ്ച സരോരുഹാക്ഷ്യ സർവം വിസൃജ്യ മുരളീരവ മോഹിതാസ്തേ കാന്താരദേശമയി കാന്തതനോ സമേത. താഹ ഗേഹകൃത്യനിരതാഃ തനയപ്രസക്താഃ കാന്തോപസേവനപരാः ച സരോരുഹാക്ഷ്യः
സർവം വിസൃജ്യ മുരളീരവമോഹിതാഹ തേ കാന്താരദേശം ഐ കാന്തതനോ സമേതാഹ. താഹ ഈ ഗോപസ്ത്രീകൾ ഗേഹകൃത്യനിരതാഹ, അവരുടെ വീട്ടുജോലികളിലൊക്കെ വ്യാപൃതയായിരുന്നു ഈ ഗോപസ്ത്രീകൾ. തനയപ്രസക്താഹ, ചിലർ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരാണ്, അപ്പോൾ കുട്ടികളൊക്കെ ഉറക്കുന്നതിലൊക്കെ വ്യാപൃതരായിരുന്നു. മറ്റു ചിലർ അവരുടെ കാന്തോപസേവനപരാഹ, ഭർത്താവിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നവരായിരുന്നു ചില സ്ത്രീകൾ. സരോരുഹാക്ഷ്യ, മനോഹരാംഗികളായിരുന്ന ആ ഗോപസ്ത്രീകൾ ഇങ്ങനെ ഓരോരോ ജോലിയിൽ വ്യാപൃതരായിരുന്നു ആ സമയത്ത്. അപ്പോഴാണ് ഭഗവാന്റെ ഈ വേണുനാഥം കേൾക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? സർവം വിസൃജ്യ, അവരെന്തെല്ലാമാണോ ചെയ്തിരുന്നത് അതെല്ലാം ഉപേക്ഷിച്ചിട്ട് മുരളീരവമോഹിതാഹ, ഈ വേണുഗാനത്തിൽ മോഹിതരായ അവരെല്ലാം കാന്താരദേശം, ഈ കാന്താരദേശത്തിലേക്ക് യമുനയുടെ തീരത്തേക്ക് കാന്തതനോ അല്ലയോ മോഹനാംഗ സമേതാഹ, അവരെല്ലാവരും ഒന്നു ചേർന്ന് ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ ഗോപസ്ത്രീകളും അവരവരുടെ വീട്ടിലെ ഓരോരോ ജോലികളിൽ വ്യാപൃതരായിരുന്നവരായിരുന്നു. എങ്കിലും ഭഗവാന്റെ വേണുനാഥം കേട്ട മാത്രയിൽ അവരെല്ലാം ഉപേക്ഷിച്ച് ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേർന്നു എന്ന്. അപ്പോൾ ആലോചിച്ച് നോക്കണം, നമ്മളുമെല്ലാം നമ്മളുടെ ശരീരത്തിൽ നിന്നുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു. ഏത് സമയത്താണ് ഭഗവാന്റെ ആ വിളി വരുന്നതെന്ന് അറിയില്ല, അല്ലേ? എപ്പോൾ വിളിച്ചാലും നമ്മൾ പോകാൻ ബാധ്യസ്ഥരുമാണ്. പിന്നെ ഞാൻ അത് ചെയ്തിരിക്കുകയായിരുന്നു, ഇതുകൊണ്ടാണ് വൈകിയതെന്ന് അവിടെ പറയാൻ പറ്റുമോ? ഒരു എക്സ്ക്യൂസും ഇല്ലാത്ത സ്ഥലമാണ് അവിടെ. അപ്പോൾ ഏതവസ്ഥയിലായിരുന്നാലും ശരി പോവുകയേ നിവൃത്തിയുള്ളൂ. അത് തന്നെയാണ് ഇവിടെയും ഈ ഗോപസ്ത്രീകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. താഗ്രേഹകൃത്യ നിരതസ്തനയ പ്രസക്ത കാന്തോപസേവനപരാശ്ച സരോരുഹാക്ഷ്യ സർവം വിസൃജ്യ മുരളീരവമോഹിതാസ്തേ കാന്താരദേശമയി കാന്തതനോ സമേത കാശ്ചിത് നിജാംഗപരിഭൂഷണമാദധാന വേണുപ്രണാതമുപകർണ്യകൃതാർദ്ധഭൂഷാ ത്വാമാഗതാനനു തദൈവ വിഭൂഷിതാഭ്യാ താ ഏവ സംരുചിരേ തവ ലോചനായ കാശ്ചിത് നിജ അംഗപരിഭൂഷണം ആദധാന വേണുപ്രണാദം ഉപകർണ്യ കൃത അർദ്ധഭൂഷാ ത്വാം ആഗതാഹ നനു തദാ ഏവ വിഭൂഷിതാഭ്യഃ താഹ ഏവ സംരുചിരേ തവ ലോചനായ. കാശ്ചിത്, ആ വന്ന ഗോപസ്ത്രീകളിൽ ചിലർ നിജ അംഗപരിഭൂഷണം ആദദാനാഹ, അവരുടെ ശരീരങ്ങൾ അണിയേണ്ടതായ ആഭരണങ്ങൾ എടുത്തോണ്ടാണ് വന്നത്. കാരണം അണിഞ്ഞിട്ട് വരാനുള്ള സമയമെടുക്കില്ലേ, അത്രയും വൈകാൻ പാടില്ല. അതുകൊണ്ട് പെട്ടെന്ന് അത് എടുത്തുകൊണ്ട് പോകുന്ന വഴിക്ക് അണിയാം എന്ന് കരുതി. ചില കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ അങ്ങനെയാണ്, 7 മണിക്ക് അല്ലേ, 7 മണിക്കൊക്കെ എങ്ങനെയെങ്കിലും സ്കൂളിൽ പറഞ്ഞയക്കുക പാരൻസ്. അപ്പോൾ പോകുന്ന സമയത്ത് ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടാകും, അതെങ്ങനെയെങ്കിലും വായിൽ കുത്തി തള്ളി വെച്ചിട്ട് ഷൂസൊക്കെ സോക്സൊക്കെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇവിടെ മടി ചെയ്തിട്ടാവുമെന്ന് പറയും. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ ഗോപസ്ത്രീകളും അവരുടെ ആഭരണങ്ങളെല്ലാം ഒന്നും അണിയാൻ അവർ നിന്നില്ല. അങ്ങനെ നിന്നാൽ ഇങ്ങോട്ടെത്താൻ വൈകും. അതുകൊണ്ട് അത് കയ്യിലെടുത്തുകൊണ്ട് പോകുന്നു. വേണു പ്രണാദമുപകരണ്യ, ആ ഭഗവാന്റെ വേണുനാഥം കേട്ടപ്പോൾ കൃത അർദ്ധഭൂഷാഹ, ചിലരെ പകുതി മാത്രമേ അണിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, ഇത് മതി എന്ന് പറഞ്ഞിട്ട് അവരും ഓടിപ്പോന്നു. ത്വാം ആഗതാഹ, ഇവരെ എല്ലാവരും എത്തിച്ചേർന്നപ്പോൾ തഥായവ, അപ്രകാരം തന്നെ വിഭൂഷിതാഭ്യഃ, ആ പൂർണ്ണമായിട്ട് ആഭരണങ്ങളൊക്കെ അണിഞ്ഞു വന്നവരെയും ഭഗവാൻ കണ്ടു. പക്ഷേ ഭഗവാൻ ആരെയാണ് ഇഷ്ടമായത്? അർദ്ധഭൂഷകളെയായിരുന്നു, പൂർണ്ണഭൂഷകളെയല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാം അണിഞ്ഞവരെക്കാൾ മറ്റവരുടെ മനസ്സ് ഭഗവാനിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ബാക്കി കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് പോകുന്നത്. അല്ലെങ്കിൽ അതുകൂടെ അണിഞ്ഞിട്ടേ ഞാൻ വരുവുള്ളൂ എന്ന് പറയില്ലേ. ഇപ്പം നമ്മളെവിടെയെങ്കിലൊക്കെ യാത്ര പോകാൻ ഒരുങ്ങുമ്പോൾ നിങ്ങളാണെങ്കിൽ എങ്ങനെയാണ്? എന്തെങ്കിലുമൊക്കെ വസ്ത്രമൊക്കെ ശരിയായിട്ടിട്ടില്ല, ആഭരണങ്ങളൊക്കെ ശരിക്കും ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങുമോ? വരട്ടെ, നിൽക്കവിടെ, ഞാൻ വരാം എന്നല്ലേ പറയുള്ളൂ, അല്ലേ? എന്തൊരു ധൃതിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭർത്താവിനെ വഴക്ക് പറയും. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണഭൂഷകളായിട്ട് പുറത്തു പോകാനേ ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കും. പക്ഷേ ഇവിടെ ഭഗവാന്റെ വിളി കേട്ടപ്പോൾ അവർക്ക് ആഭരണം അണിയുന്നതിലല്ല ശ്രദ്ധയുണ്ടായിരുന്നു. ഭഗവാൻ വിളിച്ചെടുത്ത് എത്തണം എന്നുള്ള ആ വ്യഗ്രത കൊണ്ട് അവർ പാതി ഭൂഷകളായിട്ട് പാതി ആഭരണങ്ങൾ അണിഞ്ഞവരായിട്ട് വന്നപ്പോൾ അവരെയാണ് ഭഗവാന് പൂർണ്ണഭൂഷകളേക്കാൾ ഇഷ്ടമായത് എന്നാണ് പറയുന്നത്. സംരുചിരേ തവ ലോചനായ, അങ്ങയുടെ ലോചനങ്ങൾക്ക്, അങ്ങയുടെ കണ്ണുകൾക്ക് ഇഷ്ടപ്പെട്ടത് ആ അർദ്ധഭൂഷണങ്ങളായ ഗോപസ്ത്രീകളെ ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ചിലർ തങ്ങളുടെ ആഭരണങ്ങൾ പാതി കയ്യിലെടുത്തുകൊണ്ട് ഓടി ഭഗവാന്റെ വേണുനാഥം കേട്ട് എത്തിയപ്പോൾ മറ്റു ചിലർ പൂർണ്ണഭൂഷിതകളായിട്ട് അവിടെ എത്തിയതിൽ ഭഗവാൻ ഏറ്റവും ഇഷ്ടമായത് ഈ അർദ്ധഭൂഷകളെ ആയിരുന്നു എന്നിവിടെ പറയുന്നു.
കാശ്ചിത് നിജാംഗപരിഭൂഷണമാദധാന വേണുപ്രണാദമുപകർണ്യ കൃതാർദ്ധഭൂഷാഃ ത്വാമാഗതാനനു തദൈവ വിഭൂഷിതാഭ്യാ ത ഏവ സംരുചിരേ തവ ലോചനായ ഹാരം നിദംബഭുവി കാചന ധാരയന്തി കാഞ്ചീം ച കണ്ഠഭുവി ദേവസമാഗതാ ത്വാം ഹാരിത്വമാത്മജഗനസ്യ മുകുന്ദതുഭ്യം വ്യക്തം ബഭാഷ ഇവ മുഗ്ധമുഖി വിശേഷാത്. ഹാരം നിദംബഭുവി കാചന ധാരയന്തി കാഞ്ചീം ച കണ്ഠഭുവി ദേവ സമാഗതാ ത്വാം ഹാരിത്വം ആത്മജഗനസ്യ മുകുന്ദ തുഭ്യം വ്യക്തം ബഭാഷ ഇവ മുഗ്ധമുഖി വിശേഷാത്. ഹാരം നിദംബഭുവി കാചന ധാരയന്തി. കാചന അതിൽ ചില ഗോപസ്ത്രീകൾ എന്ത് ചെയ്തു? ഹാരം നിദംബഭുവി കാചന കഴുത്തിലിടേണ്ട മാല എടുത്തിട്ട് അരയിലായിപ്പോയി, പെട്ടെന്ന് തിരക്കിലെടുത്തിട്ടാണ്. തന്നെയല്ല മറ്റൊരാളെ കാഞ്ചീഞ്ച കണ്ഠഭുവി ദേവ സമാഗതാത്വം, ചിലർ അരഞ്ഞാണ് ഇട്ടത് കഴുത്തിലായിപ്പോയി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി എന്നതാണ്. മറ്റു ചിലരോ ഹാരിത്വം ആത്മജഗനസ്യ മുകുന്ദതുഭ്യം വ്യക്തം ബഭാഷ ഇവ മുഗ്ധമുഖി വിശേഷ. ഇവർ അരയിലുള്ള വസ്ത്രം ധരിക്കാൻ മറന്നുപോയി. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെ ആ ഭഗവാന്റെ വിളിയിൽ സ്വയം മറന്ന് ഭഗവാന്റെ അടുത്തേക്ക് എത്തുന്നതിനിടയിൽ ഇങ്ങനെ ചിലർ അരഞ്ഞാൽ കഴുത്തിലിട്ടു, മാല അരയിൽ ചാർത്തി, ചിലർ ആ നിദംബത്തിലെ വസ്ത്രം തന്നെ ധരിക്കാനും മറന്നു പോയിട്ട് ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേർന്നു എന്നാണ്. ഹാരം നിദംബഭുവി കാചന ധാരയന്തി കാഞ്ചീം ച കണ്ഠഭുവി ദേവ സമാഗതാ ത്വാം ഹാരിത്വമാത്മജഗനസ്യ മുകുന്ദതുഭ്യം വ്യക്തം ബഭാഷ ഇവ മുഗ്ധമുഖി വിശേഷ. കാചിത് കുജേ പുനർസജ്ജിത കഞ്ചുളീക വ്യാമോഹദ പരവധൂഭിരലക്ഷ്യമാണ ത്വാമായയൗ നിരുപമ പ്രണയാദിഭാര രാജ്യാഭിഷേക വിധയേ കലശീധരേവ. കാചിത് കുജേ പുനഃ അസജ്ജിത കഞ്ചുളീകാഃ വ്യാമോഹദഃ പരവധൂഭിഃ അലക്ഷ്യമാണാഃ ത്വാം ആയയൗ നിരുപമ പ്രണയാദിഭാര രാജ്യാഭിഷേക വിധയേ കലശീധരേവ. കാചിത് ചിലർ കുജേ അവരുടെ സ്ഥലങ്ങളിൽ മാരണത്തിൽ പുനഃ അസജ്ജിത കഞ്ചുളീകാഹ അവരുടെ മാരണത്തിൽ വസ്ത്രം ധരിക്കാൻ ചിലർ മറന്നുപോയി. എന്നിട്ട് വ്യാമോഹത ഭഗവാന്റെ വേണുഗാനത്തിൽ വ്യാമോഹിച്ചവരായിട്ട് ഇങ്ങനെ ഓടി വരുമ്പോൾ പരവധൂഭിഹി അലക്ഷ്യമാണ്. കൂടെ വന്നു ചേർന്ന മറ്റുള്ളവരും ഈ ഒരു രംഗം കണ്ടില്ല, അവരും ഏതോ ഒരു മാനസികാവസ്ഥയിലാണ് ഇങ്ങോട്ട് പോരുന്നത്. അപ്പം പരസ്പരം അവരും കാണുന്നില്ല ഇത്. ത്വാം ആയയോ ഇവരെല്ലാം ഭഗവാന്റെ അടുത്ത് ചെന്നിട്ട് നിരുപമ പ്രണയാദിഭാര രാജ്യാഭിഷേക വിധയെ കലശീധരേവ. ആ ഉത്തമമായിരിക്കുന്ന ഭഗവാനുള്ള പ്രണയത്തിൻ്റെ രാജ്യത്തിൽ അങ്ങയെ അഭിഷേകം നടത്തുവാൻ ജലകുംഭങ്ങളുമായി വരുന്നവരോ എന്ന് തോന്നുമാറ് ഭഗവാന്റെ അടുത്തേക്ക് എത്തി എന്നാണ് പറഞ്ഞത്. അവർ മൊത്തത്തിൽ മുമ്പിലുള്ള വസ്ത്രം ധരിക്കാൻ മറന്നുപോയി. ഇത്രയേ ഉള്ളൂ അതിൽ കാര്യം, അല്ലേ? അപ്പോൾ ഭഗവാന്റെ വേണുനാഥം കേട്ട് സ്വയം മറന്നവരായിട്ട് അവരെല്ലാം ഭഗവാന്റെ അടുത്തേക്ക് എത്തി എന്നാണ് പറയുന്നത്. ഈ രാസക്രീഡ എന്നുള്ള ഭാഗം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇത് കേവലം ശാരീരികമായ ഒരു പ്രവൃത്തിക്കായിക്കൊണ്ട് മാത്രം ധരിച്ചാൽ അവിടെ വഴിതെറ്റിപ്പോവും. ജീവാത്മാ പരമാത്മാ ഐക്യത്തെയാണ് ഈ ഒരു രാസക്രീഡ ലീലയിലൂടെ ഭഗവാൻ കാണിച്ചു തരുന്നത്. ശ്രീരാമാവതാരത്തിൽ ദണ്ഡകാരണ്യവാസികളായിരുന്ന സർവസംഘ പരിത്യാഗികളായിരുന്ന മുനീന്ദ്രന്മാർ ശ്രീരാമദേവൻ്റെ ശരീരകാന്തി കണ്ട് അല്പം ഒന്ന് ആഗ്രഹിച്ചു പോയി. ആ ശരീരത്തോട് സാരൂപ്യം, മോക്ഷത്തിൻ്റെ ഒരു അവസ്ഥയാണ് സാരൂപ്യം എന്ന് പറയുന്നത്. സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം, ഇങ്ങനെ 4 മോക്ഷങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സാലോക്യം എന്ന് പറഞ്ഞാൽ വൈകുണ്ഠ ലോകത്തേക്ക് എത്തുക, സാമീപ്യം ഭഗവാന്റെ അടുത്തേക്ക് എത്തുക, സാരൂപ്യം ആ രൂപത്തോട് ചേരുക, സായുജ്യം അതിൽ ലയിച്ച് ചേരുക. ഇങ്ങനെ 4 അവസ്ഥകളാണ്. അപ്പോൾ അതിൽ ഈ സാരൂപ്യ മുക്തിയാണ് ആ ദണ്ഡകാരണ്യവാസികളായ മുനിമാർ ആഗ്രഹിച്ചത്. അവരെ ഭഗവാൻ അനുഗ്രഹിക്കുകയാണ് ഈ രാസക്രീഡാ രംഗത്തിലൂടെ ചെയ്യുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടെ എന്താണോ ഭക്തൻ്റെ ആഗ്രഹം അത് ഭഗവാൻ നിർവഹിച്ചു കൊടുക്കുന്നു എന്നേ ഉള്ളൂ. ഭഗവാന്റെ ധർമ്മവും അതുതന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ അവർ ആഗ്രഹിച്ചോ അവർക്കത് കൊടുക്കുക, അതാണ് ഇവിടെ നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ ജീവാത്മാവും പരമാത്മാവും തമ്മിൽ ഉള്ള സംഗമം അത് ഒരു ശാരീരികമായ സങ്കല്പത്തോടു കൂടി ആകുമ്പോഴാണ് നമ്മൾ വഴിതെറ്റി പോകുന്നത്.
പക്ഷേ അതിൻ്റെ യഥാർത്ഥ അർത്ഥം നമ്മൾ ഗ്രഹിക്കേണ്ടത് ഈ ജീവാത്മാവ് ആത്മാവിലേക്ക് ലയിക്കുന്നു എന്നുള്ളതാണ്. കാചിത് കുജേ പുനരസജ്ജിത കഞ്ചുളീക വ്യാമോഹത പരവധൂപിരലക്ഷ്യമാണ ത്വാമായയൗ നിരുപമ പ്രണയാതിഭാര രാജ്യാഭിഷേക വിധയേ കലശീധരേവ കാശ്ചിദ്ഗൃഹാത് കില നിരേതുമപാരയന്ത്യ ത്വാമേവ ദേവ ഹൃദയേ സുദൃഢം വിഭാവ്യ ദേഹം വിധൂയ പരചിത് സുഖരൂപമേകം ത്വാമാവിശൻ പരമിമാ നനു ധന്യധന്യ കാശ്ചിത് ഗൃഹാത് കില നിരേതും അപാരയന്ത്യ ത്വാമേവ ദേവ ഹൃദയേ സുദൃഢം വിഭാവ്യ ദേഹം വിധൂയ പരചിത് സുഖരൂപം ഏകം ത്വാം ആവിശൻ പരം ഇമാഹ നനു ധന്യധന്യാഹ. കാശ്ചിത് അതിൽ ചിലർക്ക്, ചില ഗോപസ്ത്രീകൾക്ക് ഗൃഹാത് കില നിരേതും അപാരയന്ത്യ അവർക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണ്? ത്വാമേവ ചിലപ്പോൾ അവരുടെ ഭർത്താവോ അല്ലെങ്കിൽ മകനോ ഒക്കെ തടഞ്ഞു നിർത്തി കാണും, അവർക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? ത്വാമേവ ദേവ ഹൃദയെ സുദൃഢം വിഭാവ്യ അങ്ങയെ തന്നെ അവർ വളരെ ദൃഢമായിട്ട് മനസ്സിൽ ചിന്തിച്ചു. എന്നിട്ട് ദേഹം വിധൂയ ശരീരം ഉപേക്ഷിച്ചവർ പരചിത് സുഖ രൂപമേകം ആ പരമാത്മാ സ്വരൂപത്തിലേക്ക്, ആ സുഖത്തിലേക്ക് ലയിച്ചു ചേർന്നു എന്നാണ് പറയുന്നത്. ത്വാം ആവശ്യൻ അപ്രകാരം അങ്ങയിലേക്ക് അവരെത്തിച്ചേർന്നു. പരം ഇമാഹ നനു ധന്യധന്യാഹ ഇവരല്ലേ വാസ്തവത്തിൽ ഏറ്റവും ഭാഗ്യശാലികൾ എന്ന് പറയുന്നു. അപ്പോൾ ചിലർക്ക് അവരുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് സാധിച്ചില്ല. അങ്ങനെയുള്ളവർ ഭഗവാനെ വളരെ ദൃഢമായിട്ട് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിച്ച് ഭഗവാനിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത്. ഇവരാണ് ഏറ്റവും ധന്യർ എന്ന് മേൽപ്പത്തൂർ പറയുന്നു. കാശ്ചിത് ഗൃഹാത് കില നിരേതുമപാരയന്ത്യ ത്വാമേവ ദേവഹൃദയേ സുദൃഢം വിഭാവ്യ ദേഹം വിധൂയ പരചിത് സുഖരൂപമേകം ത്വാമാവിശൻ പരമിമാ നനു ധന്യധന്യ ജാരാത്മന ന പരമാത്മതയാ സ്മരന്ത്യോ നാര്യോ ഗദാഃ പരമഹംസഗതിം ക്ഷണേന തം ത്വാം പ്രകാശ പരമാത്മതനും കഥഞ്ചിത് ചിത്തേ വഹൻ അമൃതമശ്രമമശ്നുവീയ ജാരാത്മന ന പരമാത്മതയാ സ്മരന്ത്യഃ നാര്യഃ ഗതാഃ പരമഹംസഗതിം ക്ഷണേന തം ത്വാം പ്രകാശ പരമാത്മതനും കഥഞ്ചിത് ചിത്തേ വഹൻ അമൃതമശ്രമമശ്നുവീയ ജാരാത്മന ന പരമാത്മതയ. അപ്പോൾ ഈ ഗോപസ്ത്രീകളെല്ലാം ഭഗവാനെ ജാരനായി തന്നെ സങ്കല്പിച്ചു അല്ലേ? അവർ സ്വീകരിച്ചത് ഭഗവാനെ തന്നെ ആയതുകൊണ്ട് അത് അവർക്ക് മോക്ഷം നൽകുന്ന മാർഗത്തെ കാണിച്ചു കൊടുക്കുന്നതായി തീർന്നു. അല്ലെങ്കിൽ പരമഹംസഗതിം ക്ഷണേനക്ക് മാത്രമായിട്ട് കിട്ടുന്നതായ ഒരു പദവിയെ ഈ ഒരറിവുമില്ലാത്ത ഗോപസ്ത്രീകൾക്ക് എങ്ങനെ ലഭിച്ചു? അപ്രകാരം ഉള്ള ആ ഭഗവാന്റെ മാഹാത്മ്യത്തെ, ഭഗവാന്റെ ഭക്തവാത്സല്യത്തെ തം ത്വാം പ്രകാശ പരമാത്മതനും ആ പ്രകാശ സ്വരൂപനായിരിക്കുന്ന പരമാത്മ സ്വരൂപനായിരിക്കുന്ന അങ്ങയെ കഥഞ്ചിത് ഏതെങ്കിലും പ്രകാരത്തിൽ ചിത്തേ വഹൻ ഞാൻ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അമൃതം അശ്രമമശ്നവീയ ആ അമൃതത്തെ ഞാൻ അനുഭവിച്ചു കൊള്ളാം എന്ന് മേൽപ്പത്തൂർ പറയുന്നു. അപ്പോൾ ജാരബുദ്ധിയോടുകൂടി ആണെങ്കിൽ കൂടി ഈ ഗോപസ്ത്രീകൾ പ്രാപിച്ചത് പരമാത്മസ്വരൂപനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ ആയതുകൊണ്ട് പരമഹംസന്മാർക്ക് മാത്രം കിട്ടാവുന്നതായ പരമഗതിയെ പ്രാപിക്കാൻ ഈ ഗോപസ്ത്രീകൾക്ക് സാധിച്ചു. അങ്ങനെയുള്ള ആ ഭക്ത വാത്സല്യം നിറഞ്ഞു തുളുമ്പുന്നതായ അല്ലയോ ഭഗവാനെ, അങ്ങയുടെ രൂപത്തെ ഞാൻ മനസ്സിൽ ഏതെങ്കിലും പ്രകാരത്തിൽ എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും ധ്യാനിച്ചിട്ട് ആ അമൃത സമുദ്രത്തിൽ ആറാടിക്കൊള്ളാം എന്ന് മേൽപ്പത്തൂർ പറയുന്നു. ഇവിടെ ജാരാത്മനാന പരമാത്മതയാ സ്മരന്ത്യോ നാര്യോ ഗദാ പരമഹംസഗതിം ക്ഷണേന തം ത്വാം പ്രകാശ പരമാത്മതനും കഥഞ്ചിത് ചിത്തേ വഹൻ അമൃതമശ്രമമശ്നുവീയ അഭ്യാഗതാഭിരഭിദോ വൃജസുന്ദരീഭി മുഗ്ധസ്മിതാർദ്രവദന കരുണാവലോകി നിസ്സീമകാന്തിജലധിസ്ത്വമവേക്ഷ്യമാണോ വിശ്വൈകഹൃദ്യഹരമേ പവനേശരോഗാൻ അഭ്യാഗതാഭിः അഭിദഃ വ്രജസുന്ദരീഭിः
മുഗ്ധസ്മിത ആർദ്രവദന കരുണാവലോകി നിസ്സീമകാന്തിജലധി ത്വം അവേക്ഷ്യമാണ വിശ്വൈക ഹൃദ്യ ഹര മേ പവനേശരോഗാൻ. അഭ്യാഗതാഭിഹി അഭിതഹ, അഭിതഹ നാലുപാടും അഭ്യാഗതാഭിഹി വന്ന് നിരന്നു നിൽക്കുന്ന വ്രജസുന്ദരീഭിഹി ആ വ്രജസുന്ദരിമാരെ ഗോപസ്ത്രീകളെ മുഗ്ധസ്മിതാർദ്രവദന വളരെ സുന്ദരമായ മന്ദഹാസം പൊഴിക്കുന്ന മുഖത്തോടുകൂടി ഭഗവാൻ കരുണാവലോകി കരുണയോടുകൂടി അവരെയൊക്കെ നോക്കി. നിസ്സീമകാന്തി ജലധി ത്വം ആ അനന്തമായിരിക്കുന്ന മനോഹാരിതയ്ക്ക് ഉറവിടമായിരിക്കുന്ന അല്ലെങ്കിൽ ആ മനോഹാരിതയുടെ സമുദ്രം തന്നെയായിരിക്കുന്ന അങ്ങ് അവേക്ഷ്യമാണ അങ്ങ് നോക്കിക്കാണുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാൻ വിശ്വൈക ഹൃദ്യ ഈ വിശ്വത്തിന് മുഴുവൻ ഹൃദ്യനായിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരുടെയും പ്രിയനായിരിക്കുന്ന അല്ലയോ ഗുരുവായൂരപ്പ ഹരമേ രോഗാൻ എൻ്റെ രോഗങ്ങളെ ഹരിക്കണമേ. അപ്പോൾ തനിക്ക് ചുറ്റും വന്ന് നിരന്നു നിൽക്കുന്ന ഈ ഗോപസുന്ദരിമാരെയൊക്കെ കണ്ട ഭഗവാൻ സുന്ദരികളായ ഗോപസ്ത്രീകളെയൊക്കെ കണ്ട ഭഗവാൻ വളരെ ആർദ്രവദനായിട്ട് കരുണയോടുകൂടി അവരെയൊക്കെ നോക്കി ആ അനന്തമായിരിക്കുന്ന സൗന്ദര്യത്തിൻ്റെ ഉറവിടമായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ അവരെയൊക്കെ നന്നായിട്ടൊന്ന് നോക്കിയിട്ട് അവരോട് പുഞ്ചിരിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള അല്ലയോ ഭഗവാനെ അങ്ങ് എൻ്റെ രോഗങ്ങളെ മാറ്റിത്തരണേ എന്ന് പറഞ്ഞ് മേൽപ്പത്തൂർ ഈ ദശകവും ഉപസംഹരിക്കുന്നു. ഈ ദശകത്തിനൊരു പ്രത്യേകത 9 ശ്ലോകങ്ങൾ മാത്രമേ ഉള്ളൂ. മേൽപ്പത്തൂർ രചിച്ച ഈ 100 ദശകങ്ങളിൽ ഒന്നിൽ പോലും 9 ശ്ലോകങ്ങൾ വേറെ ഇല്ല. എല്ലാത്തിലും 10ഉം അതിലധികവുമാണുള്ളത്. അതിൽ ഒരെണ്ണത്തിന് 15 ശ്ലോകങ്ങളുണ്ട്. ഏതാണോ അറിയോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? 4ാമത്തെ ദശകത്തിൽ 15 ശ്ലോകങ്ങളുണ്ട്. ബാക്കി എല്ലാത്തിലും 10ഓ അതിൽ കൂടുതലോ ഉണ്ട്. ഇതിൽ മാത്രം 9 ശ്ലോകങ്ങളേ ഉള്ളൂ. അഭ്യാഗതാഭിരഭിതോ വ്രജസുന്ദരീഭി മുഗ്ധസ്മിതാർദ്രവദന കരുണാവലോകി നിസ്സീമകാന്തിജലധിസ്ത്വമവേക്ഷ്യമാണോ വിശ്വൈക ഹൃദ്യഹരമേ പവനേശരോഗാൻ.